മോർണിംഗ്. അപ്പോൾ ഉണ്ണിയാവയ്ക്ക് ഇന്നലെ വേദനയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അത് ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് നേരമൊക്കെ കളിക്കാനൊക്കെ പറ്റും, കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇന്ന് അമ്മ ഉണ്ണി അകത്തുണ്ട് കേട്ടാ, ഉണ്ണിക്ക് പാല് കുടിക്കാനേ. അപ്പം ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ ദോശ കഴിക്കാൻ പോവുക. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഇതപ്പോൾ ഇന്ന് ലാസ്റ്റ് ലൈറ്റായി എണീക്കാൻ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ണിവാവയ്ക്ക് ഇഞ്ചക്ഷൻ അടിച്ചതിൻ്റെ ആ ഒരു ചെറിയൊരു വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട്, ചെറുതല്ല നല്ല വേദനയുണ്ട്, 2 കാലുമേ ഒരു കൈമല്ലേ നല്ല വേദനയുണ്ട്. അപ്പോൾ അതങ്ങനെ ആയിട്ടൊക്കെ അങ്ങനെ പകുതി ഉറക്കത്തിലും. ദൃശ്യം ഇന്നലെ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ഒന്ന് കണ്ണടച്ചൊന്നും പറയാം, ദൃശ്യം ഉറങ്ങിയിട്ടില്ല. പാല് കുടിക്കലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പനി നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പനി ഉണ്ടായിരുന്നു. അപ്പോൾ ദിയപ്പോൾ കാലത്ത് ഞങ്ങൾ എണീച്ച് ദിയ റെഡിയായി സ്കൂളിലേക്ക് പോകാൻ നോക്കുകയാണ്. കാലത്ത് അപ്പോൾ അതെയാ, ഈ ഡ്രസ്സ് ആദ്യമായിട്ടായിരുന്നു, ഈ പച്ച ഡ്രസ്സ് ആദ്യമായിട്ടാട്ടോ സ്കൂളിലേക്ക് ഇടുന്നത്. അപ്പം ഞങ്ങൾ സ്കൂളിലേക്ക് ദിയനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ തന്നെ കാലത്ത് ഞാൻ വേഗം എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി ഒക്കെ ചെയ്തിട്ടുണ്ട്. ദൃശ്യ ഉണ്ണിക്ക് പാല് കൊടുക്കുകയാണ്. ഇന്ന് കാലത്ത് കഴിക്കാനൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ പുറമേ നിന്ന് മേടിച്ചിട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ സ്കൂളിലേക്ക് ഇപ്പോൾ പോകുമ്പോൾ തന്നെ കൊണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വല്ല ദോശ എന്തെങ്കിലും മേടിച്ചിട്ട് ദശയ്ക്ക് കൊണ്ടുവരും. ദീക്ക് പോകുമ്പോൾ ഒരു ദോശ മേടിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിപ്പിച്ചിട്ടേ ഞാൻ വിടണുള്ളൂ കേട്ടോ. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്ന് മേടിച്ച് കൊടുക്കണത്. അപ്പോൾ ഒക്കെ കുറേ ദിവസമായില്ല അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ഛനോട് ബാഗ് എടുത്തു അമ്മടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പോവാൻ നോക്കുകയാണ്, ക്ലാസ്സിൽ ദീനെ കൊണ്ടാക്കാൻ പോവാണ്. ദിശ എവിടെ ഉണ്ട്? ദിശ എവിടെ ഉണ്ട് കേട്ടാ. എന്താണ് ഉണ്ണിവാവ കരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നോ? കയ്യും കാലിനാണ് ഇച്ചിരി വേദന ഒക്കെ ഏറ്റവും കൂടുതൽ. എന്താ വെച്ചാൽ നീ കുറച്ച് വീർത്തിട്ടൊക്കെ ഉണ്ട് കൈയും കാലും. കുഴപ്പമില്ല, കുത്തിയോടെ. ഞാനപ്പോൾ ഉണ്ണിനെ കൊണ്ടാക്കിട്ടേ വരുമ്പോ ദോശ കൊണ്ടുവരാം. തൊത്ത് ബാഗ് എടുത്തോ, പോവാ. ചക്കര ഉമ്മകളല്ല, ഇന്നലെ ദിയ അടുത്തേക്ക് വന്നിട്ടില്ല, പേടിച്ചിട്ട് മേത്ത് തൊട്ട വേദനയാവുമെന്ന് വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം ഫുള്ള്. പിന്നെ ഞാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഇന്നലെ മിനിഞ്ഞാന്ന പോലെ ഒന്നും കളിപ്പിക്കരുതിട്ടാ ഉണ്ണിനെ, ഉണ്ണിക്ക് പനിക്കുണ്ട്. പിന്നെ മേത്തൊക്കെ കയ്യിൽ മുറിയാണ്, 2 കാലുമേയും സൂചി കുത്തിയതിൻ്റെ വേദനയുണ്ട്. അപ്പോൾ ദിയയുടെ അടുത്ത് പറഞ്ഞു ഇന്നലെ കൂടുതലായിട്ട് പഴയതുപോലെ കൊഞ്ചിച്ച് കളിപ്പിക്കാൻ നിൽക്കണ്ട, അവൾ കരച്ചിൽ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ കാലത്ത് വെച്ചിട്ടാണ് ഒന്ന് അടുത്തേക്ക് പോയത് ശരിക്കും. ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞ പോലെ അനുസരിച്ചിരിക്കുകയായിരുന്നു. ചെല്ലല്ലോ എന്നാ ദോശ മേടിച്ച് തരാം പോകുമ്പോൾ കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. അമ്മ എടുത്ത് ടാറ്റ കൊടുക്ക്. ദിയയുടെ യൂണിഫോം ഞായറാഴ്ചയാണ് തയ്ച്ച് തരുള്ളൂ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ തിങ്കളാഴ്ച തൊട്ടിട്ട് വരുന്ന തിങ്കളാഴ്ച തൊട്ടിട്ട് ദിയ യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകും. അപ്പോൾ കുറേ പേര് ചോദിച്ചോട്ടാ യൂണിഫോം എന്താ ഇടാത്തത്, ദിയ എന്താ ഇടാത്തത്. ദിയയുടെ ക്ലാസ്സിൽ ഇനി ഒരു കുട്ടി കൂടെ അല്ലേ ഇടാറുള്ളൂ യൂണിഫോം. ആ പയ്യൻ്റെ പേരറിയാം നമുക്ക്, ആദിദേവ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയും കൂടി യൂണിഫോം ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ഞാൻ ഇന്നലെ മഴ ഒരു ഏകദേശം വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ സ്കൂൾ വിടുന്നതിന് മുന്നേ സ്കൂളിൽ പോയിട്ട് ഞാൻ നോക്കി ക്ലാസ്സിൽ എത്ര പേര് യൂണിഫോം ഇട്ടിട്ടുണ്ട്, എത്ര പേര് ഇടാത്തതുള്ളത്. അപ്പോൾ ആദിദേവ് എന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രമാണ്, ഒരു ആൺകുട്ടി മാത്രമാണ് യൂണിഫോം ഇടാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും യൂണിഫോം ഇട്ടിട്ടുണ്ട്. ദിയും അതുപോലെ തന്നെ തിങ്കളാഴ്ച യൂണിഫോം ഇട്ടിട്ട് സ്കൂളിലേക്ക് പോകും. കാരണം ഞായറാഴ്ച ആ ചേച്ചി തയ്ച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മിക്കതും തരും. പിന്നെ നമ്മൾ തിരക്ക് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ, കാരണം അവർക്ക് അവിടെ വർക്കുകൾ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും യൂണിഫോം ഇട്ട് തുടങ്ങി, ചേച്ചി എത്രയും പെട്ടെന്ന് തയ്ച്ച് തരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ച കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുവിധം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, തിങ്കളാഴ്ചക്ക് യൂണിഫോം ഇടാനുള്ള ഒരു പരിപാടി. അപ്പോൾ അത് ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചു, യൂണിഫോം കിട്ടിയില്ലേ തയ്ച്ച് കിട്ടിയില്ലേ എന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ശരി, വന്നിട്ട് കാണാം. ഇതായിട്ടാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കുന്ന ഒരു കടയാണ്, ചായക്കടയാണ് കേട്ടോ.
ദോശ ഞാൻ 2 ദോശ മേടിച്ചിട്ടുണ്ട്, നീക്കും 2 ദോശ മേടിച്ചിട്ടുണ്ട്. ഇച്ചിരി കേക്കിങ് കിട്ടാൻ. ഓക്കെ, പാലുവെള്ളം വേണം. എന്താ വേണ്ട? ചായ ഉണ്ട്, പാലുവെള്ളം ഉണ്ട്. ഒരു പാലുവെള്ളം കൊടുക്കട്ടെ. ചായ കുടിച്ചു, പാലുവെള്ളം കൊടുക്കും. എനിക്കാ എനിക്ക് ചായ കഴിച്ചോ. സമയമില്ല, 9:20 തുടങ്ങിയിട്ടാ. ഇനി ഒന്നും നോക്കാല്ല, ആരും കഥ പറയാനില്ല, ഒന്നിനുമില്ല. വേഗം കഴിക്കുക, സ്കൂളിലേക്ക് പോവാ. കടന്ന് കഴിച്ചോ. ഇനി അല്ലെങ്കിൽ തന്നെ ലേശം നേരം വൈകിട്ടാണ് നമ്മൾ കാലത്ത് എല്ലാവരും എണീറ്റത് അല്ലേ, ഉറക്കത്തിന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്കൂളിലേക്ക് പോകണം. അല്ലെങ്കിൽ പ്രയർ കടന്നിട്ടാണ് പോവാട്ടാ. പിന്നെ അവിടെ പതുക്കെ ഇങ്ങനെ ചുമരിൻ്റെ അത് കൂടെ അരിച്ച് ക്ലാസ്സിലേക്ക് കയറാൻ നിൽക്കണ്ട. വേഗം കഴിച്ചോ. എല്ലാ കുട്ടികളും കൂടെ എത്തിയിട്ടുണ്ടാവും ഇല്ലേ? അരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ അരിച്ചൂടെ എന്നിട്ട് നീ എന്നോട് പറയല്ലേ കുറച്ച് അങ്ങടാക്കി പറയാറില്ലേ. അപ്പൊ എന്തിനായാലും നിക്കണം ഗഡി, ഞാൻ കഴിക്കണം പൊഞ്ഞാ. ഇത് കഴിഞ്ഞിട്ടില്ല, അച്ഛൻ കഴിക്കാൻ പറ്റുമോ? അച്ഛനൂട്ടി ഞാൻ കഴിക്കും. വലിയ ദോശ പൊട്ട് കഴിക്കട്ട, വലിയ ദോശ. ദൃശ്യക്ക് ഉണ്ണി ഭാവിക്കുന്ന പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മേടിച്ചു കൊടുക്കട്ടെ. ഞാൻ ഉണ്ണിനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ച് പോകുമ്പോൾ മേടിച്ചു കൊടുക്കും. ഇവിടെ അടുത്തുള്ളൊരു കട കേട്ടോ, നമ്മുടെ കുറാഞ്ചേരി, പഴയ കുറാഞ്ചേരി നാഗവേട്ടൻ്റെ കട എന്ന് പറയും. ഇവിടെ നിന്ന് ഈ വഴിയിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഉണ്ണിയുടെ സ്കൂള്. പിന്നെ പാലുവെള്ളം കൊണ്ടുവരട്ടാ, പാലുവെള്ളം അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അമ്മച്ചിയുടെ വീട് ചൂടാറ്റിണ്ടാ പാലുവെള്ളം? ആ ഇത് കുട്ടിക്ക് പാലുവെള്ളം, ചായ. ഞാൻ ഇടയ്ക്കൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതേപോലെ പെട്ടെന്ന് തന്നെ വല്ല കാലത്ത് ഉണ്ടാക്കിയില്ലെങ്കിലൊക്കെ. കഴിഞ്ഞ ഉണ്ണി സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടിട്ട് ഈ കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട് അല്ല? പിന്നെ LKG പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഇവിടുന്ന് മേടിക്കാറുണ്ട് അല്ലേ? ആ അതെ, LKG ഒരു ഇത് എപ്പോഴും മേടിച്ചു കൊടുക്കും. അതിപ്പോൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ ദോശ മേടിച്ചു കൊടുക്കും. അത് രസമാണ്. അപ്പോൾ ദൃശ്യക്ക് നമ്മൾ സ്ഥിരം മേടിക്കാറുള്ള ഒരു കടയില്ലേ, ചപ്പാത്തി പൊറോട്ടയൊക്കെ ആയിട്ട് റെഡിമെയ്ഡ്. അപ്പോൾ നമ്മുടെ പത്രികയുടെ കടയിൽ നിന്നാണ് കേട്ടോ. ദൃശ്യക്ക് 2 വെള്ളയപ്പവും പിന്നെ ഒരു വെജിറ്റബിൾ കുറുമക്കറിയും മേടിച്ചിട്ടുണ്ട് പാർസല്. ഇത് ചെയ്യാനപ്പോൾ സ്കൂളിൽ വിട്ടു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇത് മേടിക്കുക, നേരെ വീട്ടിൽ പോവുക, കൊടുക്കുക. ഒരു മഴ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ ദൃശ്യക്കുള്ള വെള്ളയപ്പവും കറിയും മേടിച്ചു കൊണ്ടുവന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഒരു വേറെ രസം. എല്ലാവരും ദിയ കളർ എടുത്തപ്പോൾ എല്ലാവരും യൂണിഫോം ആയി തുടങ്ങി. അപ്പോൾ ഇന്ന് ദിയയുടെ പിറന്നാളാണെന്ന് ദിയയുടെ മറ്റുള്ള ക്ലാസ്സിലെ പിള്ളേർ, അതായത് ദിയയുടെ ക്ലാസ്സല്ല, അതിനേക്കാൾ കുറച്ച് കൂടിയത് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലത്തേക്ക് കുട്ടികൾ വന്നിട്ട് ദിയ അന്ന് പിറന്നാളാണോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ദിയ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, ദിയ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാ എല്ലാവരും എൻ്റെ അടുത്ത് പിറന്നാളാണോ ചോദിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച വരെ പിറന്നാളാന്ന് പറഞ്ഞു. തിങ്കളാഴ്ച തൊട്ട് പിറന്നാളില്ല. കുഞ്ഞാ ഒങ്ങാനോ തുടച്ചു കൊടുത്ത ചൂടില്ലല്ലോ, ചൂട് കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പോൾ ഓക്കെ കഴിക്കും. വെള്ളയപ്പവും വെജിറ്റബിൾ കറി തൽക്കാലം ഇന്ന് അങ്ങനെ പോട്ടെ. ഇന്ന് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പോൾ പുറമേ നിന്ന് മേടിച്ചു കഴിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അല്ല എത്ര വെള്ളയപ്പുണ്ട്? ഞാൻ ഇപ്പം 3 കഴിച്ചു. ഇതില് വീണ്ടും 2, 3, 6 എണ്ണം വെച്ചിട്ടുണ്ടല്ലോ. 6 വെള്ളയപ്പം. ഞാൻ 2 വെള്ളയപ്പം ഒരു കറിയാണ് ഇക്കടുത്ത് പറഞ്ഞത്, പത്തിരിക്കടുത്ത് പറഞ്ഞത്. അതെന്താ ഇങ്ങനെ? ഇക്ക അപ്പോൾ എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ അറിയൊക്കെ നമ്മൾ അറിയണതല്ലേ, അപ്പോൾ അതിന് തൊട്ട് അറിയണതല്ലേ. ഇക്ക എന്നിട്ട് ഒരു സമൂസയും കൂടി അതിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ പെണ്ണിന് ഒരു സമൂസയും കൂടി കൊടുക്കിട്ടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് 6 വെള്ളയപ്പം വെച്ചേക്കണം. ഒരു
കുറുമക്കറി. അപ്പോൾ വരണ വഴിക്ക് കട ഹെൽമെറ്റ് ഒന്ന് കട വീട്ടിലൊന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വരണ വഴിക്ക് തന്നെയാണ് ഇട്ട വീട്. അപ്പോൾ അവിടെ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് വേഗം താത്താ പിടിക്ക് നേരില്ല എന്ന് പറഞ്ഞു വേഗം കൊടുത്തു. താത്തപ്പോൾ ഇവിടുന്ന് ഓടി വന്ന് അത് മേടിച്ചു. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് അറിയണവരാണല്ലോ, നമ്മുടെ അയൽവക്കങ്ങളാണല്ലോ. ഞാൻ അല്ല 2 വെള്ളപ്പം മേടിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് കഞ്ഞിയാവും. അത് വെച്ചിട്ടാണ് ഞാൻ 2 വെള്ളയപ്പം. പിന്നെ വെള്ളപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ പെട്ടെന്ന് തന്നെ നിറയും, ഗ്യാസ് കയറണ പോലത്തെ ഒരു സംഭവമല്ല. ഇപ്പം ഇക്കടെ വക 6 വെള്ളയപ്പവും ഇഷ്ടം പോലെ കറി. ഒരു കറി അത് നീ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കറി ഇല്ലേ? അതാണ് അതിൻ്റെ മനസ്സ്.